സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് കിഷ്കിന്ധാകാന്ഡം സുഗ്രീവ രാജ്യാഭിഷേകം മുതൽ സീതാന്വേഷണോദ്യോഗം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ശ്രീരാമൻ്റെ തത്വപ്രധാനമായ വാക്കുകളൊക്കെ കേട്ടിട്ട് അത്യാനന്ദം പൂണ്ട് താരയും സുഗ്രീവനൊക്കെ അവരുടെ അജ്ഞാനമൊക്കെ അകന്നു. അങ്ങനെ വിജ്ഞാനം ലഭിച്ച് വളരെയധികം മനഃശാന്തി ലഭിച്ചവരായി തീർന്നു. ആ സമയത്ത് ഇനി സുഗ്രീവ രാജ്യാഭിഷേകം ആലോചിക്കുകയാണ്. അനന്തരം ശ്രീരാമൻ സുഗ്രീവനോട് പറഞ്ഞു, ജ്യേഷ്ഠൻ്റെ മകനായ അംഗദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ശവസംസ്കാരം മുതൽ പുണ്യാഹം വരെയുള്ള കർമ്മങ്ങൾ നീ ചെയ്യുക. രാമാജ്ഞ അനുസരിച്ച് സുഗ്രീവൻ സന്തോഷം വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു. ശാന്തശീലയായ താരയും പുത്രനായ അംഗദനും ബ്രാഹ്മണരും മന്ത്രിമുഖ്യന്മാരും പൗരജനങ്ങളും ചേർന്ന് രാജോചിതമാം വിധം പെരുമ്പറ, മൃദംഗം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടെ ശാസ്ത്രവിധി അനുസരിച്ച് സകല കർമ്മങ്ങളും കഴിച്ചു. കുളി കഴിഞ്ഞതിന് ശേഷം ശ്രീരാമസന്നിധിയിലെത്തി മന്ത്രികളോടൊത്ത് ശ്രീരാമപാദങ്ങളെ നമസ്കരിച്ചിട്ട് സന്തോഷപൂർവ്വം സുഗ്രീവൻ പറഞ്ഞു, ഇനി പൂജ്യനായ അങ്ങ് തന്നെ ഈ രാജ്യം രക്ഷിച്ചു കൊള്ളണം. ദാസനായ അടിയൻ അങ്ങയുടെ ആജ്ഞകൾ പാലിച്ചുകൊണ്ട് ലക്ഷ്മണനെ പോലെ അവിടുത്തെ പാദപത്മങ്ങൾ സേവിച്ചു കൊള്ളാം. സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, നീ തന്നെ ഞാൻ, അതിന് സംശയമില്ല. എൻ്റെ ആജ്ഞ അനുസരിച്ച് നീ സന്തോഷത്തോടെ പോവുക. പൂജ്യനായി ചെന്ന് അഭിഷേകം നടത്തുക. ഞാൻ 14 വർഷം ഒരു നഗരത്തിലും പ്രവേശിക്കുകയില്ല. ലക്ഷ്മണൻ നിനക്ക് അഭിഷേകം നടത്തും. സമർത്ഥനായ അംഗദകുമാരനെ നീ യുവരാജാവായി അഭിഷേകം നടത്തണം. രാജ്യമെല്ലാം നിനക്ക് അധീനമാണ്. ബാലിയെപ്പോലെ തന്നെ നീ രാജ്യം ഭരിക്കുക. അംഗദനെയും സംരക്ഷിക്കുക. ഞാൻ ഇന്നു മുതൽ 4 മാസക്കാലം വ്രതമനുഷ്ഠിച്ചുകൊണ്ട്, അതായത് ചാതുർമാസ്യ വ്രതം, പർവ്വത ശിഖരത്തിൽ വസിക്കാം. മഴക്കാലം കഴിഞ്ഞാൽ സീതയെ അന്വേഷിക്കാൻ വേണ്ട പ്രയത്നങ്ങൾ ചെയ്യണം. സുന്ദരിയായ അവൾ എവിടെയാണ് എന്നുള്ളത് അറിഞ്ഞ് എന്നെ അറിയിക്കുക. അത്രയും കാലം ഭാര്യയോടും പുത്രനോടും കൂടി സുഖമായി നഗരത്തിൽ താമസിക്കുക. സുഗ്രീവൻ ശ്രീരാമനോട് യാത്രാനുവാദവും വാങ്ങി ലക്ഷ്മണനോടുകൂടി വേഗം നഗരത്തിലേക്ക് പോയി. സുഗ്രീവൻ്റെ അഭിഷേകാനന്തരം ലക്ഷ്മണൻ ശ്രീരാമൻ്റെ സമീപത്തേക്ക് പോയി. സഹോദരനോടുകൂടി ശ്രീരാമൻ പ്രവർഷണഗിരിയിൽ ചെന്നെത്തി. ഉന്നതമായ കൊടുമുടിയിലെത്തിയപ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടെത്തി. കണ്ണാടിയുടെ ശോഭയുള്ളതും സ്വർണമയമായതും ശ്രേഷ്ഠരത്നങ്ങളെ കൊണ്ട് പ്രകാശിക്കുന്നതും കാറ്റും മഴയും മഞ്ഞും വെയിലുമെല്ലാം തടുക്കുന്നതും മരക്കൂട്ടങ്ങൾ, കായ്കനികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം നിറഞ്ഞതുമായ ആ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലക്ഷ്മണനോടൊത്ത് അവിടെ തന്നെ താമസിക്കാൻ ശ്രീരാമൻ നിശ്ചയിച്ചു. സിദ്ധന്മാർ, യോഗീന്ദ്രന്മാർ തുടങ്ങിയ ഭക്തജനങ്ങൾ പക്ഷിരൂപം ധരിച്ച് പക്ഷിധ്വജനായ മഹാവിഷ്ണുവിനെ ഭജിക്കാൻ അവിടെ എത്തി. സ്ഥാവര ജംഗമവർഗത്തിൽപ്പെട്ടവരെല്ലാം ശ്രീരാമദേവനെ ദർശിച്ച് ആനന്ദത്തോടെ കഴിഞ്ഞു. ഒരിക്കൽ ശ്രീരാമൻ സമാധിയിൽ നിന്ന് വിരമിച്ച് ഏകാന്തമായൊരു സ്ഥലത്തിരിക്കുമ്പോൾ ലക്ഷ്മണൻ അവിടെ എത്തി അദ്ദേഹത്തോട് വളരെ ആഗ്രഹത്തോടെ ഇങ്ങനെ ചോദിച്ചു, അല്ലയോ ത്രൈലോക്യനാഥ, 4 ആശ്രമങ്ങളിലുള്ളവർക്കും മോക്ഷപ്രദമായ ക്രിയാമാർഗം എനിക്ക് ഉപദേശിച്ചു തരണം. നാരദൻ, വ്യാസൻ, ബ്രഹ്മാവ് തുടങ്ങിയവർ നാരായണ പൂജ കൊണ്ട് പുരുഷാർത്ഥങ്ങൾ നേടുന്നുവെന്ന് യോഗേന്ദ്രന്മാർ ഭക്തിയോടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ഭക്തനും ദാസനുമായ അടിയന് മുക്തി ലഭിക്കാനുള്ള മാർഗം ഉപദേശിച്ചു തരണം. ലോകനാഥ, അങ്ങ് അരുളി ചെയ്താൽ അത് ലോകത്തിന് ഉപകാരപ്രദമാകും. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ഇനി ക്രിയാമാർഗോപദേശം. എന്നാൽ നീ കേട്ടുകൊള്ളൂ. എൻ്റെ പൂജാവിധികൾ അവസാനമില്ലാത്തതാണ്. എങ്കിലും നിന്നോടുള്ള വർദ്ധിച്ച വാത്സല്യം കൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു തരാം. ഗ്രഹ്യസൂത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള വിധിപ്രകാരം ഭൂമിയിൽ ബ്രാഹ്മണത്വം നേടിക്കഴിഞ്ഞാൽ ആചാര്യനിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിച്ച് എന്നെ ആരാധിക്കുക. ഹൃദയകമലം, അഗ്നിഭഗവാൻ, ശ്രേഷ്ഠ വിഗ്രഹങ്ങൾ, സൂര്യൻ, ജലം, നിരപ്പാക്കി ശുദ്ധി വരുത്തിയ തറ, ഇവയിൽ ഏതിലെങ്കിലും ഒന്നിൽ എന്നെ സങ്കല്പിച്ച് പൂജിക്കണം. താളഗ്രാമം ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം. വേദതന്ത്രാദികളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ദേഹശുദ്ധി വരുത്താൻ കളിമണ്ണും മറ്റും പൂശി കുളിക്കണം. അനന്തരം മൂലമന്ത്രം ജപിച്ച് സന്ധ്യാവന്ദനം മുതലായ നിത്യകർമ്മങ്ങൾ ചെയ്യണം. പിന്നീട് കർമ്മശുദ്ധിക്ക് വേണ്ടി ആരാധിക്കപ്പെടുന്ന മൂർത്തിയെ ആദ്യമായി മനസ്സിൽ സങ്കല്പിക്കണം. തുടർന്ന് ആചാര്യൻ ഞാനാണ് എന്ന്, അതായത് മഹാവിഷ്ണുവാണെന്ന് കൽപ്പിച്ച് ദിവസം തോറും പൂജിക്കണം. പൂജിക്കുന്നത് പ്രതിമകളാണെങ്കിൽ ശോഭയ്ക്ക് വേണ്ടി അവ കുളിപ്പിച്ച് വൃത്തിയാക്കണം. അനന്തരം തുടച്ച് വൃത്തിയാക്കി സുഗന്ധദ്രവ്യങ്ങൾ, പുഷ്പങ്ങൾ മുതലായവ ചാർത്തി പൂജിക്കുന്നവന് ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. മുഖ്യ പ്രതിമകൾ അലങ്കരിക്കുന്നത് എനിക്കിഷ്ടമാണ്.
ഹവിസ് അഗ്നിയിൽ അർപ്പിച്ച് പൂജിക്കണം. സൂര്യനിൽ സമർപ്പിക്കുകയാണെങ്കിൽ ചാണകം മെഴുകിയ തറയിൽ ആകാം. സർവ്വ പൂജാദ്രവ്യങ്ങളും നേരത്തെ സമ്പാദിച്ച് വെച്ചിട്ട് വേണം പൂജ ആരംഭിക്കാൻ. ഭക്തൻ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്ന വെള്ളം പോലും എനിക്ക് വളരെ പ്രിയങ്കരമാണ്. സുഗന്ധദ്രവ്യങ്ങൾ, പുഷ്പം, അക്ഷതം, ഭക്ഷ്യപദാർത്ഥങ്ങൾ മുതലായവ ശ്രദ്ധാപൂർവം എനിക്ക് സമർപ്പിച്ച് പൂജിച്ചാലുള്ള ഫലം പിന്നെ പറയാനുണ്ടോ? വസ്ത്രം, മാൻതോൽ, ദർഭ മുതലായവ വിരിച്ച് നല്ല ആസനം ഉണ്ടാക്കണം. ദേവൻ്റെ മുമ്പിൽ ശാന്തനായിരുന്ന് ലിപിന്യാസവും തത്വന്യാസവും നടത്തണം. തുടർന്ന് കേശവൻ തുടങ്ങിയവരുടെ നാമങ്ങളാൽ മൂർത്തിന്യാസവും മന്ത്രന്യാസവും ചെയ്യണം. ഇടതുഭാഗത്ത് കലശവും വലതുഭാഗത്ത് പുഷ്പാദികളും അർഘ്യം, മധുപർക്കം, ആചമനം എന്നിവയ്ക്കുള്ള 4 പാത്രങ്ങളും വെക്കണം. പിന്നീട് മറ്റൊരു വിചാരമില്ലാതെ ഹൃദയകമലത്തിൽ മിന്നൽ പോലെ ഉജ്ജ്വലമായ എൻ്റെ ജീവകലയെ ദൃഢമായി ധ്യാനിക്കണം. പിന്നീട് ആ ജീവകല ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി സങ്കല്പിക്കണം. പ്രതിമ തുടങ്ങിയവയിൽ എൻ്റെ കലയെ ആവാഹിച്ച് ദേവസ്വരൂപമായി ധ്യാനിക്കണം. തുടർന്ന് പാദ്യം, അർഘ്യം, മധുപർക്കം മുതലായവയും അഭിഷേകം, വസ്ത്രം, അലങ്കാരം പറയുമ്പോൾ ആഭരണങ്ങൾ ഒക്കെ തുടങ്ങി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സമർപ്പിക്കുന്നത് എനിക്ക് സന്തോഷപ്രദം തന്നെ. വേദവിധി പ്രകാരമുള്ള നീരാജനം, ധൂപം, ദീപം, നൈവേദ്യം മുതലായ ഉപചാരങ്ങൾ വിപുലമായ രീതിയിൽ ഭക്തിപൂർവം നിത്യവും എനിക്ക് സമർപ്പിച്ചാൽ അവ ശ്രദ്ധാപൂർവം ഞാനും സ്വീകരിക്കും. അഗസ്ത്യ മഹർഷി വിധിച്ചിട്ടുള്ള രീതിയിൽ ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ ഹോമം നടത്താം. അല്ലെങ്കിൽ പുരുഷ സൂക്തം കൊണ്ടും ഹോമം നിർവഹിക്കാം. ഉപാസനാഗ്നിയിൽ അന്നമോ പൊടിച്ച മാവ് കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളോ സ്വാഭാവികമായി ഹോമദ്രവ്യമായ പാൽ, നെയ്യ് മുതലായവയോ കൊണ്ട് ഹോമം നടത്താം. ചുട്ടുപഴുപ്പിച്ച സ്വർണം പോലെ കാന്തിയുള്ളവനും ശോഭയുള്ള ആഭരണങ്ങളാൽ അലങ്കൃതനും എന്നെ അഗ്നിമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായി ഹോമസമയത്ത് ഭക്തിയോടെ മഹാപണ്ഡിതനായ ഭക്തൻ ധ്യാനിക്കണം. ഉപദേവതകൾക്ക് ബലി നൽകി മന്ത്രം അറിയാവുന്നവർ മന്ത്രം ഉച്ചരിച്ച് ഹോമം സമാപിപ്പിക്കണം. മൗനമായിരുന്ന് എന്നെ ധ്യാനിച്ച് മന്ത്രം ജപിച്ച് വായ്ക്ക് സുഗന്ധമുണ്ടാക്കുന്ന വെറ്റിലയും മറ്റും സമർപ്പിച്ചിട്ട് എൻ്റെ മുമ്പിൽ പ്രീതിയോടുകൂടി നൃത്തം, ഗീതം, സ്തോത്രം മുതലായവും നടത്തി എൻ്റെ കാൽക്കൽ നമസ്കരിക്കുക. എന്നെ മനസ്സിൽ ഉറപ്പിച്ച് സവിനയം എൻ്റെ പ്രസാദം ശിരസിൽ ധരിച്ച് ആനന്ദത്തോടുകൂടി എന്നെ ഈ ഘോരമായ സംസാരത്തിൽ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് ജീവാത്മാവിനെ ഉദ്വസിപ്പിക്കണം. പ്രതിമയിൽ ആവാഹിച്ച ജീവകലയെ പൂജാനന്തരം തൻ്റെ ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. ഇപ്രകാരം ഞാൻ ഉപദേശിച്ച ഉത്തമമായ ഈ ക്രിയായോഗം ഭക്തിയോടെ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവന് നിത്യപൂജ നടത്തിയതിൻ്റെ ഫലം ലഭിക്കും എന്ന് ഭക്തപ്രിയനായ ഭഗവാൻ പറഞ്ഞു. ആദിശേഷൻ്റെ അംശാവതാരമായ ലക്ഷ്മണനോട് മായാമയനായ നാരായണൻ ഇപ്രകാരം പറഞ്ഞതിനു ശേഷം മായയെ ആശ്രയിച്ചിട്ട് ദുഃഖിക്കാൻ തുടങ്ങി. ജനകാത്മജേ, മനോഹരി, ജനമോഹിനി, പ്രിയേ, താതേ, സീതേ എന്നിങ്ങനെ സീതയെ വിളിച്ച് കരഞ്ഞുകൊണ്ട് നിദ്രയില്ലാതെ കഴിയുന്ന ശ്രീരാമൻ ലക്ഷ്മണൻ്റെ ആശ്വാസവാക്കുകൾ കേട്ട് കുറച്ചു നേരം പ്രസന്നതയോടെ കഴിഞ്ഞു. കിഷ്കിന്ധയിൽ വാഴുന്ന സുഗ്രീവനോട് ഒരു ദിവസം ഹനുമാൻ ഏകാന്തത്തിൽ സവിനയം ഇങ്ങനെ പറഞ്ഞു. ഹനുമാൻ സുഗ്രീവ സംവാദമാണ്. അല്ലയോ കപീന്ദ്ര, നിനക്ക് ഹിതകരമായ വാക്കുകൾ ഞാൻ പറയുന്നത് കേൾക്കുക. സത്യസന്ധനായ ശ്രീരാമൻ നിന്റെ കാര്യങ്ങൾ ചെയ്തു തന്നു. പിന്നീട് നീ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. മഹാശക്തനും വാനരശ്രേഷ്ഠനും ത്രൈലോക്യ സമ്മതനും ഇന്ദ്രപുത്രനുമായ ബാലി നീ നിമിത്തം കൊല്ലപ്പെട്ടു. അങ്ങനെ നിന്റെ കാര്യം നേരത്തെ നിറവേറ്റി തന്നു. നിന്റെ രാജ്യാഭിഷേകവും കഴിഞ്ഞു. മഹാജനങ്ങൾക്ക് ആദരണീയനായ നീ താരയും ഒന്നിച്ച് ജീവിക്കുക. എത്ര നാൾ ഇങ്ങനെ കഴിയാമെന്നാണ് നീ വിചാരിക്കുന്നത്? ഇന്നോ നാളെയോ മറ്റന്നാളോ നിനക്ക് മരണമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യുപകാരം മാർക്കുന്ന മനുഷ്യർ ജീവിച്ചിരുന്നാലും മരിച്ചവന് തുല്യനാണ്. രാജാവായ രാമൻ സഹോദരനോടൊപ്പം പർവ്വതത്തിനു മുകളിൽ ദുഃഖത്തോടെ നിന്നെയും കാത്തു കഴിയുന്നു. അന്ന് നീ പറഞ്ഞ സമയമായി, അത് നീ ഓർക്കുന്നില്ല. വാനര സ്വഭാവത്തോടെ സ്ത്രീശക്തിയിലും മദ്യപാനത്തിലും ഒഴുകി മതിമറന്ന് നീ രാവും പകലും അറിയാതെ കഴിയുന്നു. നിന്റെ രീതിയെല്ലാം വളരെ നന്നായിരിക്കുന്നു. ഇങ്ങനെയായാൽ നിന്റെ ജ്യേഷ്ഠനായ ബാലിയെപ്പോലെ നിന്നെയും ശ്രീരാമൻ കൊല്ലും തീർച്ച. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ട സുഗ്രീവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. നീ പറഞ്ഞത് സത്യമാണ്. ഇങ്ങനെ ഉപദേശിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ രാജാവിന് ആപത്തുണ്ടാകുകയില്ല. എൻ്റെ ആജ്ഞപ്രകാരം അങ്ങ് 10 ദിക്കുകളിലേക്കും ദൂതന്മാരെ അയക്കുക. 7 ദ്വീപുകളിലുമുള്ള വാനരശ്രേഷ്ഠരെ വരുത്തണം. അതിനുവേണ്ടി 10,000 വാനരവീരന്മാരെ സന്ദേശപത്രവുമായി അയക്കുക. അവർ 15 ദിവസത്തിനകം ഇവിടെ എത്തണം. അത് കഴിഞ്ഞ് വരുന്നവർക്ക് വധശിക്ഷ ലഭിക്കും, സംശയമില്ല.
ഈ സത്യത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. സുഗ്രീവൻ ഹനുമാനെ ഇക്കാര്യത്തിൽ നിയോഗിച്ചിട്ട് തൻ്റെ മനോഹരമായ കൊട്ടാരത്തിൽ കഴിഞ്ഞു. തൻ്റെ യജമാനൻ്റെ നിയോഗം മുൻനിർത്തി ഹനുമാൻ 10 ദിക്കിലേക്കും ഇഷ്ടപ്പെട്ടതെല്ലാം നൽകി വാനരശ്രേഷ്ഠന്മാരെ വായുവേഗത്തിൽ സഞ്ചരിച്ച് കാര്യം നിറവേറ്റി വരണം എന്ന് ആജ്ഞാപിച്ച് അയച്ചു. ഇഷ്ടവസ്തുക്കൾ ലഭിച്ചതിലും മറ്റും തൃപ്തരായ വാനരന്മാർ മായാമാനുഷൻ്റെ കാര്യത്തിനു വേണ്ടി അതിവേഗം യാത്രയായി. ശ്രീരാമൻ്റെ വിരഹതാപം. പർവ്വതത്തിൻ്റെ മുകളിൽ ഭാര്യയെ പിരിഞ്ഞ സങ്കടത്തോടെ കഴിയുന്ന ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഇതെല്ലാം എൻ്റെ പാപഫലമാണ്. ലക്ഷ്മണ, സീതാദേവി മരിച്ചുപോയോ, എവിടെയെങ്കിലും മനോദുഃഖത്തോടെ ജീവിച്ചിരിക്കുന്നോ എന്ന് അറിഞ്ഞുകൂടാ. ഒന്നും കൃത്യമായി അറിയാനും നിവൃത്തിയില്ല. എന്നോട് പ്രീതിയുള്ള ആരെങ്കിലും സീത ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അവൻ എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവനാകും. അവൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ബലം പ്രയോഗിച്ച് ഇങ്ങ് കൊണ്ടുപോരും. ജാനകീദേവിയെ കട്ടുകൊണ്ടുപോയവനെ കോപിഷ്ഠനായി ഞാൻ കൊല്ലും തീർച്ച. മാത്രമല്ല അവൻ്റെ വംശവും കൂടി നശിപ്പിക്കും. എന്നെ കാണാതെ ദുഃഖിച്ചു കഴിയുന്ന പ്രിയപ്പെട്ട വല്ലഭേ, നിന്നെ എന്നാണ് ഇനി ഞാൻ കാണുന്നത്? ചന്ദ്രമുഖി, നിന്നെ കാണാത്തതുകൊണ്ട് ചന്ദ്രനും എനിക്ക് സൂര്യനെ പോലെയായി. അലയോ ചന്ദ്ര, നിന്റെ തണുത്ത രശ്മികൾ കൊണ്ട് അവളെ തലോടിയിട്ട് അതേ രശ്മികൾ കൊണ്ട് തന്നെ എന്നെയും തലോടുക. സീത നിന്റെ വംശത്തിൽ പിറന്നവളാണല്ലോ. സുഗ്രീവൻ വളരെ ദയയില്ലാത്തവനത്രേ. ദുഃഖിതനായ എന്നെ അവൻ മറന്നു കളഞ്ഞല്ലോ. ശത്രുക്കൾ നശിച്ച് രാജ്യം കിട്ടിയതോടെ സുന്ദരിമാരുമൊത്ത് രാത്രിയും പകലും മദ്യപാനത്തിൽ മുഴുകിക്കഴിയുന്ന ആ കാമാസക്തൻ നന്ദി കെട്ടവനാണെന്ന് വ്യക്തമായി. ശരൽക്കാലം എത്തിയിട്ടും അവൻ പറഞ്ഞതുപോലെ സീത എവിടെയുണ്ടെന്ന് അന്വേഷിച്ചറിയുന്നതിന് ഇവിടെ എത്തിയില്ലല്ലോ. മുമ്പ് ഉപകാരം ചെയ്തു കൊടുത്ത് എന്നെ മറന്നതിനാൽ നന്ദികെട്ടവരിൽ അവൻ മുമ്പനാണ്. പ്രിയപ്പെട്ടവരെ മറക്കുന്ന ദുഷ്ടന്മാരിൽ അഗ്രഗണ്യനാണ് സുഗ്രീവൻ. അവനെയും അവൻ്റെ ബന്ധുക്കളെയും കിഷ്കിന്ധയെയും എല്ലാം ഞാൻ നശിപ്പിക്കുന്നുണ്ട്. സുഗ്രീവനും അവൻ്റെ ജ്യേഷ്ഠൻ്റെ വഴി തന്നെ പോകണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്രകാരം ശ്രീരാമൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അത്യന്തം കോപത്തോടെ ലക്ഷ്മണൻ പറഞ്ഞു, വധയോഗ്യനായ സുഗ്രീവനെ ഉടനെ കൊന്നിട്ട് വരാൻ അങ്ങ് ആജ്ഞാപിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് വില്ല്, അവനാഴി, വാള് എന്നിവ കയ്യിലെടുത്ത് കോപത്തോടെ പോകാനൊരുങ്ങുന്ന അനുജനോട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു, നിന്നോട് ഇനിയും ഒന്നുകൂടി പറയാനുണ്ട്. എൻ്റെ സ്നേഹിതനായ സുഗ്രീവൻ കൊല്ലപ്പെടേണ്ടവനല്ല. ബാലിയെപ്പോലെ നിനക്കും വേഗം കാലപുരിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഒന്ന് ഭയപ്പെടുത്തിയാൽ മതി. ഇപ്രകാരം അവനെ അറിയിച്ചിട്ട് അവൻ പറയുന്ന മറുപടിയും കേട്ടുകൊണ്ട് നീ വേഗം വന്നാൽ പിന്നെ ചെയ്യേണ്ടത് ആലോചിച്ച് തീരുമാനിക്കാം. ജ്യേഷ്ഠൻ്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവൻ്റെ രാജ്യത്തേക്ക് പോയി. കിഷ്കിന്ധയോടൊപ്പം വാനര സമൂഹവും ദഹിച്ചു പോകും എന്ന് തോന്നുമായിരുന്നു ആ പോക്ക് കണ്ടാൽ. വിജ്ഞാനമൂർത്തിയും സർവജ്ഞനുമായ ശ്രീരാമൻ അജ്ഞാനിയായ മനുഷ്യനെപ്പോലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വസിച്ചു. ലോകത്തിൻ്റെ പാപപരിഹാരത്തിനും ദശരഥൻ മുമ്പ് ചെയ്ത തപസ്സിന് ഫലം നൽകാനും ബ്രഹ്മാദികൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിക്കാനും പരാപരനും ആനന്ദമൂർത്തിയും ജഗന്മയനുമായ ഈശ്വരൻ മനുഷ്യവേഷം ധരിച്ചു. അജ്ഞാനമനസ്കരായ ജനങ്ങൾ മായാമോഹിതരായിട്ട് കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ മോക്ഷം നൽകണം എന്ന് മഹാവിഷ്ണു ചിന്തിച്ചു. സകല ലോകരുടെയും മായാമോഹത്തെ നശിപ്പിക്കുന്നതും ശ്രീരാമൻ്റെ മനുഷ്യ വ്യാപാരങ്ങളടങ്ങിയ ദിവ്യവും പ്രസിദ്ധവുമായ കഥ വിവരിക്കുന്നതും ആനന്ദപ്രദായിനിയും രാമായണം എന്ന് പേരോടുകൂടിയതുമായ സൽക്കഥ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രസിദ്ധമാക്കുവാൻ വേണ്ടി ഭഗവാൻ കാമം, ക്രോധം, മോഹം, രാഗം, ശോകം എന്നിവ അവലംബിച്ചും അതത് കാലം, ദേശം, ക്രിയ എന്നിവയ്ക്ക് യോജിച്ച ഭാവങ്ങൾ മനസ്സാ സ്വീകരിച്ചും നിർഗുണനായ ഈശ്വരൻ തത്വാദി ഗുണങ്ങളിൽ താല്പര്യമുള്ളവനെപ്പോലെ പെരുമാറി. വിജ്ഞാനമൂർത്തിയും സകലതിനും സാക്ഷിയും സുഖസ്വരൂപനും വിജ്ഞാനമാകുന്ന ശക്തിയോട് കൂടിയവനും അവ്യക്തനും അദ്വയനും കാമാദികളുമായി ബന്ധപ്പെടാത്തവനും അവ്യയനും ആകാശം പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനും അനന്തനും സർവാത്മകനും ദുഃഖമില്ലാത്തവനുമായ ഈശ്വരനെ സനകാദികളെപ്പോലെ ചില ദിവ്യമുനിശ്രേഷ്ഠന്മാർ മാത്രം അറിയുന്നു. നിർമ്മല മനസ്സുള്ള ഭക്തന്മാർക്ക് സമ്പൂർണ്ണ ജ്ഞാനമുണ്ടാകും എന്ന് പറയപ്പെടുന്നു. ഭക്തന്മാരുടെ ആഗ്രഹമനുസരിച്ച് മുനി സമൂഹത്താൽ സേവിക്കപ്പെടുന്ന മുക്തിപ്രദനായ ഭഗവാൻ ഭൂമിയിൽ ജനിക്കുന്നു. കിഷ്കിന്ധ നഗരത്തിന് സമീപം ചെന്ന് ലക്ഷ്മണൻ ചെറിയ ഞാണൊലി മുഴക്കി. വാനരന്മാർ ലക്ഷ്മണനെ പേടിച്ച് കിലുകിലാ ശബ്ദമുണ്ടാക്കി. കല്ലും മരങ്ങളും ഏന്തിക്കൊണ്ട് കോട്ടമതിലിന് മുകളിൽ കയറിയ വാനരന്മാർ പേടിച്ച് മലമൂത്രങ്ങൾ വിസർജിച്ചുകൊണ്ട് അങ്ങുമിങ്ങും ചാടിത്തുടങ്ങി. വാനരന്മാരെ കൂട്ടത്തോടെ നശിപ്പിക്കാനൊരുങ്ങിയ ലക്ഷ്മണൻ വില്ല് കുഴിയെ കുലച്ചു വലിച്ചു. അത് കണ്ട കരടിക്കുരങ്ങുകൾ പോലും ഭയപ്പെട്ടു. ലക്ഷ്മണൻ എത്തിയതറിഞ്ഞ് പെട്ടെന്ന് അംഗദൻ ഓടി വന്ന് വാനരന്മാരെ ആട്ടിയോടിച്ചിട്ട് ഒറ്റയ്ക്ക് ചെന്ന് ലക്ഷ്മണനെ നമസ്കരിച്ചു. പ്രീതിപൂർവം അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് സസന്തോഷം ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു, കുഞ്ഞെ, നീ പോകൂ.
നിന്റെ അച്ഛൻ്റെ സഹോദരനോട് പറയൂ, സത്യം ചെയ്ത കാര്യത്തിൽ പിഴ പറ്റിയെന്ന്. ഇഷ്ടം നിറവേറ്റി തന്ന സ്നേഹിതനെ വഞ്ചിച്ചാൽ താമസിയാതെ അത് ആപത്തായിത്തീരും. സുഗ്രീവനെ വേഗം വധിക്കണമെന്ന് ഉഗ്രനായ ജ്യേഷ്ഠൻ എന്നോട് ആജ്ഞാപിച്ചിരിക്കുകയാണ്. സുഗ്രീവന് ജ്യേഷ്ഠനായ ബാലിയുടെ വഴിക്ക് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അത് തന്നെ നടക്കുമെന്ന് ചെന്നു പറയൂ. ഇത് കേട്ട് പേടിച്ച അംഗദൻ പോയി സുഗ്രീവനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, കോപിഷ്ഠനായ ലക്ഷ്മണൻ ഗോപുരവാതിലിന് പുറത്തു വന്നു നിൽക്കുന്നു. വാനര സ്വഭാവം കളഞ്ഞ് വേഗം ചെന്ന് വന്ദിക്കുക, അല്ലെങ്കിൽ തീർച്ചയായും ആപത്തുണ്ടാകും. ഇത് കേട്ട് ഭയപ്പെട്ട സുഗ്രീവൻ മന്ത്രിപ്രമുഖനായ ഹനുമാനോട് ആലോചിച്ചിട്ട് പറഞ്ഞു, അംഗദനോടൊപ്പം പോയി നീ ചെന്ന് ലക്ഷ്മണനെ വണങ്ങി സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ഹനുമാനെ പറഞ്ഞയച്ചിട്ട് സുഗ്രീവൻ താരയോട് പറഞ്ഞു, ചന്ദ്രമുഖിയും മനോഹരിയുമായ താരെ, നീ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ കോപം രസകരമായ വാക്കുകൾ പറഞ്ഞ് ശാന്തമാക്കി എന്നെ കാണിച്ചു കൊടുത്ത് എന്നോടുള്ള വിരോധം ഇല്ലാതാക്കണം. സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട താര കൊട്ടാരത്തിൻ്റെ അകത്തുള്ള മുറ്റത്തിറങ്ങി ലക്ഷ്മണനെ കാത്തുനിന്നു. ഹനുമാനും അംഗദനും കൂടി പോയി ലക്ഷ്മണനെ വണങ്ങി ഭക്തിയോടുകൂടി കുശലപ്രശ്നങ്ങൾ നടത്തിയിട്ട് പറഞ്ഞു, അങ്ങിങ്ങനെ പുറത്തു വന്നു നിൽക്കുന്നത് എന്താണ്? അന്തപുരത്തിലേക്ക് എഴുന്നള്ളാം. രാജ്യധാരങ്ങളെയും നഗരഭംഗിയും എല്ലാം കണ്ടിട്ട് സുഗ്രീവനെ സന്ദർശിച്ചതിന് ശേഷം ശ്രീരാമനെ കണ്ടു വണങ്ങിയാൽ കാര്യമെല്ലാം വേഗം നടക്കും. ഇപ്രകാരം പറഞ്ഞ് ലക്ഷ്മണൻ്റെ കൈപിടിച്ചുകൊണ്ട് ഹനുമാൻ പതുക്കെ നടന്നു. വാനര നായകന്മാർ, അതായത് സേനാനായകന്മാർ താമസിക്കുന്ന മണിമാളികകൾ, നഗരശോഭ എന്നിവയെല്ലാം കണ്ട് ആനന്ദത്തോടെ അകത്തെ മുറ്റത്ത് ചെന്നു നിന്നു. അപ്പോൾ ചന്ദ്രമുഖിയും ജഗന്മോഹിനിയും ലക്ഷ്മീദേവിക്ക് തുല്യയുമായ താര അവിടെ നിൽക്കുന്നത് കണ്ടു. അവൾ ലക്ഷ്മണനെ വിനയപൂർവ്വം വണങ്ങി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഭവനമാണ് എന്നറിഞ്ഞുകൂടെ? അങ്ങയുടെ ഭക്തനും ഉത്തമനും ഭൃത്യനും കവീന്ദ്രനുമായ സുഗ്രീവനോട് കോപിച്ചാൽ അവന് മറ്റെന്താണ് ഒരു ഗതി? ഈ വർഗം പൊതുവെ ചപല സ്വഭാവികളാണ്. സുഗ്രീവൻ വളരെക്കാലം ദുഃഖവും ദുരിതവും അനുഭവിച്ച് കഴിയുകയായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ കാരുണ്യത്താൽ സുരക്ഷിതനായതുകൊണ്ട് സുഖമായി ജീവിക്കാൻ തുടങ്ങിയതാണ്. ദയാനിധിയും ഭക്തവത്സലനുമായ അവിടുന്ന് സുഗ്രീവൻ്റെ ജീവിതം ദുഃഖമയമാക്കി മാറ്റരുത്. നാനാദിക്കിലുമുള്ള വാനരന്മാരെ ഇവിടെ വരുത്തുന്നതിന് 10,000 ദൂതന്മാരെ സുഗ്രീവൻ അയച്ചിട്ടുണ്ട്. 10 ദിക്കുകളിൽ നിന്നും വാനരവീരന്മാർ ഇവിടെ വന്നു നിറഞ്ഞിരിക്കുന്നത് കണ്ടാലും ഇനി ഒന്നിനും പ്രയാസമില്ല. ഈ വാനരവീരന്മാർ രാക്ഷസവംശം മുഴുവൻ നശിപ്പിക്കാൻ ശക്തരാണ്. ഭാര്യ, പുത്രൻ, സ്നേഹിതന്മാർ എന്നിവരോട് കൂടിയവനും അങ്ങയുടെ ഭൃത്യനുമായ സുഗ്രീവനെ കണ്ട് അവനോട് ഒന്നിച്ച് ശ്രീരാമദേവൻ്റെ പാദകമലങ്ങൾ വന്ദിച്ച് വേഗം കാര്യങ്ങളെല്ലാം നിറവേറ്റാം എന്ന് അറിഞ്ഞാലും. ഇനി സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ. താരയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ വേഗം ചെന്ന് സുഗ്രീവനെ കണ്ടു. ഭയപ്പെട്ട സുഗ്രീവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലക്ഷ്മണനെ വന്ദിച്ചു. മദ്യലഹരി കൊണ്ട് കലങ്ങിയ കണ്ണുകളോടുകൂടിയ വാനരനായകനെ കണ്ട് കോപിഷ്ഠനായ ലക്ഷ്മണൻ പറഞ്ഞു, നീ ശ്രീരാമനെ എങ്ങനെ മറന്നു? ബാലിയെ കൊന്ന ശരം ഇപ്പോഴും ആര്യപുത്രൻ്റെ കയ്യിലുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. തൻ്റെ ജ്യേഷ്ഠൻ പോയ വഴിയെ പോകണമെന്ന് സുഗ്രീവനും ആഗ്രഹമുണ്ട് എന്ന് ശ്രീരാമൻ പറഞ്ഞു. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് ഹനുമാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇങ്ങനെ അരുളി ചെയ്യാൻ എന്താണ് കാരണം? സുഗ്രീവന് ശ്രീരാമനിൽ ലക്ഷ്മണനേക്കാൾ ഭക്തിയുണ്ട്. ഈ കപീശ്വരൻ ഒരിക്കലും സത്യം ലംഘിക്കുകയില്ല. ശ്രീരാമദേവൻ്റെ കാര്യത്തിൽ ഈ വാനരശ്രേഷ്ഠന് നല്ല ജാഗ്രതയുണ്ട്. താമസം കൂടാതെ വേണ്ടതെല്ലാം ചെയ്യും. ഒരിക്കലും ഇക്കാര്യം മറന്നിട്ടില്ല. നാനാ ദിക്കുകളിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്ന ഈ വാനരന്മാരെ അത്ഭുതത്തോടെ അങ്ങ് കാണുന്നില്ലേ? സുഗ്രീവൻ ഒരു പ്രയാസവും കൂടാതെ ശ്രീരാമകാര്യങ്ങളെല്ലാം സാധിക്കും. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ലജ്ജിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ അർഘ്യപാദ്യാദികളാൽ പൂജിച്ചിട്ട് മുമ്പിൽ വീണ് നമസ്കരിച്ചിട്ട് സുഗ്രീവൻ പറഞ്ഞു, ശ്രീരാമദാസനാണ് ഞാൻ. രാഘവൻ്റെ കാരുണ്യലേശം കൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 3 ലോകങ്ങളെയും അരനിമിഷം കൊണ്ട് ജയിക്കാൻ കഴിവുള്ളവനാണ് ശ്രീരാമൻ. അദ്ദേഹത്തെ സേവിക്കാൻ വേണ്ടിയാണ് പേരിന് മാത്രം സഹായം ചെയ്യുന്ന ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നത്. സുഗ്രീവൻ്റെ വാക്കുകൾ കേട്ട് മനസ്സലിഞ്ഞ ലക്ഷ്മണൻ പറഞ്ഞു, ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞ പരുഷമായ വാക്കുകൾ മഹാമനസ്കനായി നീ ക്ഷമിക്കുക. നിന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ് സങ്കടം വന്നപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞുപോയത്. നമുക്കിനി വൈകാതെ വനത്തിലേക്ക് പോകാം. ശ്രീരാമചന്ദ്രൻ അവിടെ ഒറ്റയ്ക്ക് വസിക്കുകയാണ്. എങ്കിൽ ഇനി താമസിക്കേണ്ട, നമുക്ക് പുറപ്പെടാം. സുഗ്രീവൻ ലക്ഷ്മണനോടൊന്നിച്ച് തേരിൽ കയറി. പെരുമ്പറ, മൃദംഗം, ശംഖ് തുടങ്ങിയവയുടെ നാദത്തോടും ഹനുമാൻ, നീലൻ, അംഗദൻ തുടങ്ങിയവരോടും വാനര സൈന്യത്തോടും കൂടി വെൺചാമരം, വെൺകൊറ്റക്കുട മുതലായവയോടും ദേവസൈന്യത്തോടും കൂടിയ ദേവേന്ദ്രനെ പോലെ സുഗ്രീവൻ സന്തോഷപൂർവ്വം ശ്രീരാമനെ കാണാൻ പുറപ്പെട്ടു. ഗുഹാമുഖത്ത് പാറപ്പുറത്തിരിക്കുന്ന ചഞ്ചലചിത്തനും മരവുരി, തോൽ എന്നിവ ധരിച്ചവനും ശ്യാമവർണ്ണനും ജടാമകുടം കൊണ്ട് ശോഭിക്കുന്നവനും
മനുഷ്യനും വിശാലവും വിലോലവുമായ കണ്ണുകളോടുകൂടിയവനും ശാന്ത